ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന KWA ഓപ്പറേറ്ററിൻ്റെ സിലബസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന അടുത്തൊരു കാറ്റഗറി ഓഫ് ടോപ്പിക്കാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന്. നമ്മൾ ആ സിലബസിൽ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്രയും ഇമ്പോർട്ടൻറ്റുമാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ, ആദ്യം തന്നെ എന്താണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതും നമ്മളീ പറഞ്ഞൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് തന്നെയാണ്. ഓക്കെ, സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് നമ്മളീ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് ബ്രീഫ്ലി നമ്മളൊന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യങ്ങൾ മെയിനാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പറഞ്ഞതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇലക്ട്രിസിറ്റീൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകളുണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ഇലക്ട്രിസിറ്റി അറ്റ്. അതായത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വി ആർ ഹാവിങ് ടു ടൈപ്സ്. അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി അറ്റ് റെസ്റ്റും പറയാം, ഇലക്ട്രിസിറ്റി അറ്റ് മോഷനും പറയാം. ഓക്കെ, അതായത് ഇലക്ട്രിക് കറണ്ട് നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ട്രിക് കറണ്ട് മേക്ക് ചെയ്യുന്നതിലെ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് മേക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇലക്ട്രിക് കറണ്ട് മേക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ഇൻ മോഷനാണ്. ഓക്കെ, ഒരു മോഷൻ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ഇലക്ട്രിക് കറണ്ട് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് നമ്മളീ പഠിക്കുന്ന എല്ലാ ഫിനോമിനനും വരിക. ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് ഉണ്ട്, അതാണ് നമ്മളീ പറയുന്ന ഇലക്ട്രിസിറ്റി അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ദ ഇലക്ട്രിസിറ്റി അറ്റ് റെസ്റ്റ്. ക്ലിയർ? അനങ്ങാതെ നിൽക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാം. നമ്മളെപ്പോഴും പറഞ്ഞു സ്റ്റാറ്റിക്സ് അല്ലെ, സ്റ്റാറ്റിക്കായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്ന ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മോഷനാണ്, മോഷൻ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ ഒക്കെ മോഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഫ്ലോ ആണ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള സംഭവത്തിന് നമ്മൾ എന്താ പറയുക, സ്റ്റാറ്റിക് എന്ന് പറയാം. മറ്റേ മോഷനുള്ള സാധനത്തിനാണ് നമ്മൾ എന്താ പറയുക, ഡൈനാമിക്. നമ്മളെ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ പഠിച്ചു, സ്റ്റാറ്റിക്കും പഠിച്ചു, ഡൈനാമിക്കും പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ. അപ്പോൾ അതിൽ വരുന്ന രണ്ട് കാറ്റഗറിയാണ് ഈ പറയുന്നത്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, അതുപോലെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് മോഷൻ അല്ല അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോഷൻ അല്ലാത്ത സാധനം ട്രാൻസ്ഫോമർ എന്നൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ഇനി നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കലി എന്താണ്, ഇതൊക്കെ വേണമെങ്കിൽ സിമ്പിളായി ചോദിക്കാം. ആറ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി എന്താണ്, ന്യൂട്രലാണ് അല്ലേ. അതായത് അതിൻ്റെ അർത്ഥം നോർമൽ ആറ്റംസിൽ നമ്മളുടെ പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ശരിയല്ല. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആറ്റം ഈസ് ഇലക്ട്രിക്കലി എന്ത് പറയുന്നത്, ന്യൂട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ന്യൂട്രലായുള്ള ഒരു ബോഡി നമ്മളത് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബോഡിയാണ്, ഇത് ന്യൂട്രലാണ് ഇനീഷ്യലി. അപ്പോൾ ഈ ന്യൂട്രൽ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ബോഡിയിൽ നിന്ന്, ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ബോഡീനെ സംബന്ധിച്ചിടത്തോളം if some electrons are removed from the atoms of a body then there occurs, ആ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുകയാണോ ചെയ്യുക, അല്ലല്ലോ, അവിടെ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് പോയതല്ലേ. അപ്പോൾ നമ്മൾക്ക് പറയാം then there occurs a deficiency of electrons, ശരിയല്ലേ. അവിടെ ഒരു ഇലക്ട്രോൺസിൻ്റെ ഒരു കുറവ് സംഭവിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രോൺസ് കുറയുവാണ് ഒരു ബോഡി എങ്കിൽ ആ ബോഡിയെ നമുക്ക് ഏത് ചാർജ് അറ്റൈൻ ചെയ്തു എന്ന് പറയാം, then the body attains a positive charge. ക്ലിയർ? കാരണം നെഗറ്റീവ് ടേമാണ് പോകുന്നത് അല്ലേ. അങ്ങനെ നെഗറ്റീവ് ടേമുള്ള ആ സംഭവം പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ബോഡി എന്ത് ചാർജ് അറ്റൈൻ ചെയ്യും, പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യും. ഇനി അതേപോലെ തന്നെ ഒരു ന്യൂട്രൽ ബോഡിയിലേക്ക് നമ്മൾ കുറച്ച് ഇലക്ട്രോൺസിനെ
സപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് ചാർജ് അല്ലേ. ആ സപ്ലൈ ചെയ്ത് ഈ ബോഡിയിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി ഇലക്ട്രോൺസിനെ കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദെൻ ദർ ഒക്കേഴ്സ് ആൻ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. ശരിയല്ല, അവിടെ ഇലക്ട്രോൺസിന് വർധനവ് സംഭവിക്കുകയാണ്. അങ്ങനെ ആ ബോഡിയിൽ ഇലക്ട്രോൺസ് കൂടി കഴിഞ്ഞാൽ ആ ബോഡി ഏത് ചാർജ് അറ്റൈൻ ചെയ്യുമെന്ന് പറയാം, ദെൻ ദ ബോഡി അറ്റൈൻസ് എ നെഗറ്റീവ് ചാർജ്. ക്ലിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവ് ചാർജ് അറ്റൈൻ ചെയ്യുന്നു, ബോഡിയിലേക്ക് ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജ് നമുക്ക് ആ ബോഡിയിൽ കിട്ടുന്നു അല്ലേ. അങ്ങനെ ഒരു ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബോഡിയിലുള്ള മൊത്തം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എക്സസ്, അതായത് ദ ടോട്ടൽ ഡെഫിഷ്യൻസി ഓർ എക്സസ്, കുറവോ അല്ലെങ്കിൽ കൂടുതലോ ഓഫ് എന്ത് ഇലക്ട്രോൺസ്, ടോട്ടൽ ഡെഫിഷ്യൻസി ഓർ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ബോഡി. ഒരു ബോഡിയിലെ ടോട്ടൽ എക്സസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഒരു ബോഡിയിൽ ആ ദ ടോട്ടൽ ഡെഫിഷ്യൻസി ഓർ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ബോഡി ഈസ് കോൾഡ് എ ചാർജ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാർജ് എന്നും പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിച്ചത്. ഓർക്കുന്നുണ്ടല്ലോ. അപ്പം അതാണ് നമ്മളുടെ എന്ത് ആക്ച്വലി ചാർജ്. ഈ ചാർജിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ റെസ്റ്റിലുള്ള ഇലക്ട്രിസിറ്റിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് ഏത് ചാപ്റ്ററിൽ വരുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, ഇതാണ് ഞാൻ സിമ്പിളായിട്ടൊരു ഇത്. ഇപ്പോൾ സാധാരണ ഒരു പോളിത്തീൻ റോഡാണ്. ഓക്കെ, ആ റോഡിലേക്ക് എന്ത് ചെയ്യുവാണ്, നമ്മൾ ഇലക്ട്രോൺസ് നമ്മൾ സപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ പോളിത്തീൻ റോഡിലേക്ക് ഇലക്ട്രോൺ സപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ആ പോളിത്തീൻ റോഡ് എന്ത് ചാർജ് അറ്റൻഡ് ചെയ്യും, നെഗറ്റീവ് ചാർജ് അറ്റൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇലക്ട്രോൺസ് വിൽ ബി ഗെയിൻഡ് ബൈ ദ റോഡ്. ആ റോഡിനെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ റോഡിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഗെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. സിമിലർലി ഒരു ഡ്രൈ ക്ലോത്താണിത്. ഈ ഡ്രൈ ക്ലോത്തിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് നമ്മൾ ലൂസ് ചെയ്യുവാണ്, കുറച്ച് ഇലക്ട്രോൺസിനെ നീക്കുകയാണ്. അത് നെഗറ്റീവ് ചാർജിനെയാണ് ലൂസ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോത്ത് മൊത്തത്തിൽ ഏത് ചാർജ് അറ്റൈൻ ചെയ്യും, ഒരു പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, അറ്റൈൻ ചെയ്യും. ശരിയല്ലേ. അപ്പോൾ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പോലെ നമ്മൾ കാണിച്ചു തന്നേ ഉള്ളൂ. ക്ലിയർ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പറഞ്ഞു, അതായത് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ വി ക്യാൻ സേ ദാറ്റ് മീൻസ് ഇലക്ട്രിസിറ്റി അറ്റ് റെസ്റ്റ് അല്ലേ. ഇലക്ട്രിസിറ്റി അറ്റ് റെസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഒരു ബോഡിയിൽ എന്ത് ചെയ്തു, പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ നടത്തി. പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നത്, ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ സംഭവിച്ചുകൊണ്ടാണ് പോസിറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ നടത്തുക. സിമിലർലി നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷൻ റിസൾട്ട്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രം ആൻ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഇലക്ട്രോൺസിന് അധികം ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നെഗറ്റീവ് ഇലക്ട്രിഫിക്കേഷനും നടക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ എന്ത് പറയുക, ചാർജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ബി കൂളംബ്. 1 കൂളംബ് ഓഫ് ചാർജ് ഈക്വൽ ടു ചാർജ് ഓൺ എത്ര ഇലക്ട്രോൺസ്. നമുക്കറിയാം ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19 കൂളമാണ്. ശരിയല്ലേ. അപ്പോൾ തിരിച്ച് നമ്മൾ ഒരു ഇലക്ട്രോണിൽ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ്, ഒരു കൂളം എന്ന് പറയുന്നത് 1/1.6 × 10⁻⁻19 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഒരു കൂളം എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി, നിങ്ങൾ 1/1.6 ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും 6.25 × 10⁻18 ഇലക്ട്രോൺസ്. ക്ലിയർ. അല്ലെങ്കിൽ 625 × 10⁻16 രണ്ടാലും കറക്റ്റാണ്. ഓക്കെ, 625 × 10⁻16 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 6.25 × 10⁻18 ഇലക്ട്രോൺസ് ഒരു കൂളം ഓഫ് ചാർജിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ക്ലിയർ. അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിൻ്റെ ബേസിക്സിൽ പറയാനുള്ളത്. നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇത് നമ്മൾ എല്ലാ കപ്പാസിറ്റൻസിൻ്റെ കേസിൽ, കപ്പാസിറ്റൻസ് കുറച്ചും കൂടി ഉണ്ട്, അത് നമ്മൾ കപ്പാസിറ്റൻസ് ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി വരുത്താനുണ്ടാവും. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പറയാം. അതിൽ തന്നെ കപ്പാസിറ്റിയിൽ തന്നെ കപ്പാസിറ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അബ്സല്യൂട്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു അല്ലേ. നമുക്കത് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പറയുന്ന ഒരു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ
ഒരു മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണെന്ത്? പെർമിറ്റിവിറ്റി. അങ്ങനെ എല്ലാ മീഡിയവും 2 പെർമിറ്റിവിറ്റികളെ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 2 പെർമിറ്റിവിറ്റികളാണ് ഒന്നാമത്തത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയും രണ്ടാമത്തത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയെ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ. അതുപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ ആർ. ക്ലിയർ? അപ്പം ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയൊക്കെ കാണാൻ വേണ്ടി നമ്മളൊരു റെഫറൻസ് മീഡിയമായിട്ട് ചൂസ് ചെയ്യുന്നതാണ് ഏത് മീഡിയം? വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. ഈ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഉള്ള പെർമിറ്റിവിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? എപ്സിലോൺ 0 അല്ലേ? നമ്മളവിടെ ക്ലിയർ ആയിട്ടെല്ലാം പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. എപ്സിലോൺ 0. ഓക്കെ, ഈ വാല്യൂ ഓഫ് എപ്സിലോൺ 0ൻ്റെ വാക്വത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് അറിയണം. ഓക്കെ, ഈ എപ്സിലോൺ 0 ഫാരഡ് പെർ മീറ്റർ എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മളവിടെ പ്രൂവ് ചെയ്ത് തന്നെ ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. ഇറ്റ് വിൽ ബി 8.85 × 10⁻⁻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 ⁻
-12. ഓക്കെ, 8.85 × 10⁻12 എഫ് പെർ മീറ്റർ അല്ലെങ്കിൽ ഫാരഡ് പെർ മീറ്റർ. ഇനി പിന്നെ നമുക്കറിയാം അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ ആണെന്ന് ഓൾറെഡി പറഞ്ഞു, ഏതെങ്കിലും ഒരു മീഡിയം അല്ലേ. അപ്പം നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാണുന്നത് നിങ്ങളൊരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എടുക്കുക, അത് ഡിവൈഡഡ് ബൈ നമ്മളുടെ വാക്കത്തിൻ്റെ പെർമിറ്റിവിറ്റി. സോ എപ്സിലോൺ ആർ വിൽ ബി എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരേ സാധനമാകുമ്പോൾ നമ്മൾ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഇറ്റ് വിൽ ബി 1. ശരിയല്ല, കാരണം പെർമിറ്റിവിറ്റി തന്നെയല്ല ഇത് രണ്ടും. അതായത് ഇതിന് എന്തില്ല? റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. ശരിയല്ലേ? അപ്പം എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വാട്ട്? എപ്സിലോണിനെ കുറിച്ച് എഴുതുവാണെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് നോക്കുകയാണെങ്കിൽ തിരിച്ചും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറ്, ഒരു മൈക്ക എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മൈക്കയുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറ് 5 ആയിട്ട് എടുക്കുവാണ്. ഓക്കെ, നിങ്ങളോട് കാണാൻ പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എപ്സിലോൺ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആറാണെന്ന് അറിയാമല്ലോ. എപ്സിലോൺ ആറാണ് എത്ര തന്നിരിക്കുന്നത്? 5. എപ്സിലോൺ 0ൻ്റെ വാല്യൂ ഇതാ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ആരാണ്? എയർ ഓർ വാക്കത്തിൻ്റെ വാല്യൂ ആണ്. അത് തന്നിട്ടുണ്ട് ഓൾറെഡി. എത്ര? 8.85 × 10⁻12. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് 8.85 × 10⁻12 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് പറയുന്നത് മൈക്കയാണ്. മൈക്കേൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് എത്രയാണ്? 5. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള വാല്യൂ എത്രയാണ്? ഇറ്റ് വിൽ ബി 44.27 10⁻12 ഫാരഡ് പെർ മീറ്റർ. മൾട്ടിപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, അതെന്തായാലും കിട്ടും. 8 × 5 40 സംതിങ് ആണ് വരിക. ഓക്കെ, 44 പോയിൻറ്റ് കറക്റ്റ് വാല്യൂ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫാരഡ് പെർ മീറ്റർ. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിൻ്റെ കാര്യത്തിൽ നോട്ട് ചെയ്യുക, ഇക്വേഷൻ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എപ്സിലോൺ ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്നുള്ള ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഇപ്പം പറഞ്ഞ പോലെ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി റേഷ്യോ എപ്സിലോൺ ബൈ എപ്സിലോൺ 0. എപ്സിലോൺ ആറിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ജസ്റ്റ് പറഞ്ഞ കാര്യത്തിന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ 0 എപ്സിലോൺ ആർ. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കുക, 6 വെച്ച് ചെയ്ത് നോക്കിക്കുക, എന്തായാലും കിട്ടും. ഓക്കെ, നമ്മൾ 5 വെച്ചിട്ട് പറഞ്ഞു, 6 വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ 0 എപ്സിലോൺ ആറാണ്. ഈ ആറിൻ്റെ വാല്യൂ ആണ് 5. അല്ല സോറി 6. എപ്സിലോൺ ആറിൻ്റെ വാല്യൂ ആണ് 6. കാരണം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണല്ലോ 6. അപ്പോൾ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ ആണ് 6. എപ്സിലോൺ 0ൻ്റെ വാല്യൂ എപ്പോഴും ഇതാണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ വാല്യൂ തന്നെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. 8.85 × 10⁻12 ഇൻറ്റു 6 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിച്ചു. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പെർമിറ്റിവിറ്റീൻ്റെ കേസിൽ പറയാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ലോസ് ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ലോസ് ഇമ്പോർട്ടൻ്റ് ടേമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ലോൻ്റെയും കാര്യങ്ങൾ പഠിക്കാം. 2 ലോ ആണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ ലൈക്ക് ചാർജസ് ഓഫ് ഇലക്ട്രിസിറ്റി റിപ്പൽ ഈച്ച് അതർ.
അതുപോലെ അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ഈ ലൈക്ക് ചാർജസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്ലസ്സും ഇവിടെ ഒരു പ്ലസ്സും ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു പ്ലസ്സും ഇവിടെ ഒരു മൈനസും ഉണ്ട്. ഈ ലൈക്ക് ചാർജസ് എന്ന് പറയുന്നത് ചാർജസ് ഒരേപോലെയുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഇവിടെ പ്ലസ്സും പ്ലസ്സും ആണ്. ഈ പ്ലസ്സും പ്ലസ്സും ഉള്ള സാധനമാണ് സെയിം ചാർജുകൾ, അല്ലെങ്കിൽ സെയിം ലൈക്ക് ചാർജുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈക്ക് ചാർജുകൾ, ഒരേ ചാർജസ്. ഇത് രണ്ടുണ്ട്, ഇത് പ്ലസ് ഒരു മൈനസ് ആണ്, അപ്പോൾ അതിനെ വിളിക്കുന്നവരാണിത് അൺലൈക്ക് ചാർജുകൾ. ക്ലിയർ? അപ്പോൾ ലൈക്ക് ചാർജുകൾ റിപ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ഇതും ഇങ്ങനെ ഇത് എങ്ങനെയായിരിക്കും വരിക, ഇത് പുറത്തേക്കും ഇത് പുറത്തേക്കാണ് പോകുക. നേരെ മറിച്ച് ഇവിടെ ആണെങ്കിലോ ഇതകത്തേക്ക് ഇതിനെ ഈ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യണം നോക്കുക, അപ്പോൾ ഇങ്ങനെ വരും. ലൈക്ക് ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള ശ്രമം ഉണ്ടാവുക. അൺലൈക്ക് ചാർജ് രണ്ടും തമ്മിൽ അട്രാക്ഷനുള്ള സാധ്യതയാണ് വരിക. ശരിയല്ലേ? അപ്പം ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്, ഫസ്റ്റ് ലോ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, ലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു, റിപ്പൽ ചെയ്യുന്നു, വേറെ നമ്മുടെ അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു. ക്ലിയർ? ഇനി സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്, സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the force exerted between 2 point charges, രണ്ട് പോയിന്റ് ചാർജ് എടുക്കുകയാണ്. രണ്ട് പോയിന്റ് ചാർജുകൾ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഒന്ന് Q1 എന്നും ഒന്ന് Q2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. രണ്ട് പോയിന്റ് ചാർജ് പറഞ്ഞാൽ ഇവിടെ Q1 എന്നും ഒരു Q2 എന്നും ഇങ്ങനെ രണ്ട് പോയിന്റ് ചാർജുകളെ നമ്മൾ എന്ത് ചെയ്യുവാണ്, റെപ്രസെൻ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റ് ചാർജുകളെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ ആ രണ്ട് പോയിന്റ് ചാർജുകളെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെ തരത്തിൽ ബാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ട് പോയിന്റ് ചാർജുകളുണ്ട്. അപ്പം നമ്മൾ എക്സേർട്ട് അല്ലെങ്കിൽ ആ രണ്ട് പോയിന്റ് ചാർജുകൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ സ്ട്രെങ്ത്. ഈ രണ്ട് ചാർജുകളുടെയും സ്ട്രെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ്ലി വെറുതെ പ്രപ്പോർഷണലല്ല, ഓരോ ചാർജിനും ഇൻഡിവിജ്വലി ഇതിനും പ്രപ്പോർഷനാണ് ഇതിനും പ്രപ്പോർഷണൽ, അതായത് ഇത് രണ്ടിനും പ്രൊഡക്റ്റിനെയാണ് പ്രപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു Q1 ഉം Q2. ശരിയല്ലേ? അതുപോലെ ഈ പോയിന്റ് ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഡിയിലാണ് ഈ രണ്ട് സെപ്പറേറ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ചാർജ് Q1 ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ചാർജ് Q2 ഉണ്ട്. ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ആണെന്ത് ഡി. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഡീനെ എങ്ങനെയാണ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ഇറ്റ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ക്ലിയർ? ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ലോ. അപ്പോൾ ഒന്നാമത്തെ ലോ പറയുന്നു അത് രണ്ടും എന്തിനാണ്, നമ്മളെ ചാർജിന് പ്രപ്പോർഷണലാണ്. രണ്ടാമത്തെ ലോ പറയുന്നു അത് രണ്ടും ആ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു അതിൻ്റെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് രണ്ടും കൂട്ടി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ലൈക്ക് the force F is proportional to Q1 Q2 divided by d square. ശരിയാണല്ലോ? ഇങ്ങനെ എഴുതുന്ന ഈ ലോൻ്റെ പേരും കൂടി ഓർത്തു വയ്ക്കുക, അതിൻ്റെ പേരാണ് കൂളംസ് ലോ. ക്ലിയർ? അപ്പോൾ രണ്ട് പോയിന്റ് ചാർജുകൾ എടുത്തു, ഒരു വിത്ത് ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ അവ തമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ പ്രപ്പോർഷണൽ വെച്ചാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു Q1 Q2 by d square. ആ വിളിക്കുന്ന ലോൻ്റെ പേരാണെന്ത്, കൂളംസ് ലോ. ക്ലിയർ അല്ലേ? ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റൻ്റ് ആക്കും. ആ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കെ, ഒരു കോൺസ്റ്റൻ്റ് എടുക്കുന്നുള്ളൂ, കെ ഇൻറ്റു Q1 Q2 by d square. ക്ലിയർ? ആ തന്നിരിക്കുന്ന ആ കോൺസ്റ്റൻ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റിക്കും ഒരു വാല്യൂ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഡിഫൈൻ ചെയ്യുന്ന വാല്യൂ ആണ് ഇറ്റ് ഈസ് 1/4 epsilon 0 into Q1 Q2 by d square.
ക്ലിയർ? ഈ സാധനത്തിൻ്റെ എപ്സിലോൺ സീറോൻ്റെ വാല്യൂ ആയി 8.85 × 10⁻12 നിങ്ങളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 1/4 ഇൻറ്റു പൈക്ക് പകരം 3.14 ഇൻറ്റു 8.85 × 10⁻3 -12 അത് എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9 × 10⁻9. ഓക്കെ, ബാക്കി എത്ര വരും? Q1 Q2/d². ക്ലിയർ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ ഈ ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ കൂളംസ് ലോ എന്ന് പറയുന്ന സാധനം നമുക്ക് 2 ഫോർമുലകളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? നമ്മൾ പറഞ്ഞ 2 ഫോർമുലകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? F = K × Q1 Q2/d²ഉം അതോടൊപ്പം തന്നെ ആ കെക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? 1/4πε0 എഴുതണം. ആ 1/4πε0ൻ്റെ വാല്യൂ ആണ് എന്ത്? 9 × 10⁻9. ശരിയല്ലേ? Q1 Q2/d² മാറ്റമൊന്നുമില്ല, അതൊക്കെ സെയിം തന്നെയാണ് അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു ഫിഗർ പറയുന്നത്. അൺലൈക്ക് ചാർജിൻ്റെയും ലൈക്ക് ചാർജിൻ്റെയും കാര്യങ്ങൾ പറയാൻ വേണ്ടി നല്ലൊരു ഫിഗറാണ്. അതായത് നമ്മളുടെ ഈ പ്ലസ്സും ഈ മൈനസ് എന്ന് പറയുന്ന 2 അൺലൈക്ക് ചാർജുകളല്ലേ, ഒരേപോലെയുള്ള ചാർജ് അല്ലല്ലോ. അപ്പോൾ അൺലൈക്ക് ചാർജുകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അൺലൈക്ക് ചാർജുകൾ എന്ത് ചെയ്യുവാണ്? അട്രാക്ട് ചെയ്യുവാണ്. ഇവിടെ ഇങ്ങോട്ട് വരും, ഇതിങ്ങോട്ട് വരും. അപ്പോൾ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. അതുപോലെ ഈ മൈനസ് ഒരേപോലെയുള്ള ചാർജുകൾ, അതായത് ആ മൈനസ് എന്ത് ചെയ്യുവാണ്? ഇറ്റ് വിൽ ബി റിപ്പലിങ് ഈച്ച് അതർ. അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ശരി, അതുപോലെ ഈ പ്ലസ് നോക്കൂ, അതും ലൈക്ക് ചാർജുകൾ, അതും എന്ത് ചെയ്യുവാണ്? റിപ്പൽ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. ശരിയല്ലേ? ഇതാണൊരു ജസ്റ്റ് ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നമ്മുടെ ഈ ചാർജസിൻ്റെ ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണക്കാക്കാം. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ജസ്റ്റ് ആ ഫോഴ്സിൻ്റെ ഇക്വേഷനുകൾ ഒന്നും കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് എഴുതാം. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? K × Q1 Q2/d². K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ആ കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ക്ലിയർ? ആ പ്രൊപ്പോർഷണാലിറ്റി വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അതാണ് K. അതായത് വിൽ ബി 1/4πε0. അപ്പോൾ ഇക്വേഷൻ വിൽ ബി 1/4πε0 Q1 Q2/k². ദെൻ നമുക്കൊന്നും കൂടി ആ ഇതിൻ്റെ വാല്യൂ എഴുതാം. ദാറ്റ് വിൽ ബി K = 9 × 10⁻9. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി പഠിക്കുക കൂളംസ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 9 × 10⁻9 Q1 Q2/d². ഇതാണ് നമ്മളുടെ ലാസ്റ്റ് കൺക്ലൂഷൻ. സോ കൂളംസ് ലോ F = 9 × 10⁻9 Q1 Q2/d². ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് പോയിൻ്റ് ചാർജ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പോയിൻ്റ് ചാർജ് എന്നുള്ള കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഓക്കെ ഒരു പോയിൻറ്റും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യണം. അതായത് നമ്മൾ ഈ ഇത് കണ്ടുപിടിച്ചത് ഏത് മീഡിയത്തിലാണ്? ഏതായിരുന്നു മീഡിയം? ഇവിടുത്തെ മീഡിയം എയർ അല്ലെങ്കിൽ വാക്വം ആയിരുന്നു. ശരിയാണല്ലോ? കാരണം എന്താണ്? നമ്മൾ ആ ε0 എടുത്തത് കൊണ്ടാണ് നമുക്കത് 9 × 10⁻9 കിട്ടിയത് അല്ലേ? ഇനി ഒരു മീഡിയത്തിലുള്ള ഫോർമുലയാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ എന്താ വരിക? ഇവിടെ മീഡിയം എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/4πε എന്നാണ് വരിക. ശരിയല്ലേ? ഈ എപ്സിലോണെന്ന് മാറ്റി നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് വിൽ ബി ε0 × εr. ശരിയാണല്ലോ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു 1/4πε0ൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 9 × 10⁻9 അല്ലേ? അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? F = 9 × 10⁻9 ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ Q1 Q2 ഉണ്ടാവുമല്ലോ ഓൾറെഡി, ഡിവൈഡഡ് ബൈ അടിയിൽ ആരുണ്ടാവും? ഈ εr കൂടി കയറി വരും. സോ εr × d². ഇതായിരിക്കും ഒരു മീഡിയത്തിലെ ഫോർമുല. ക്ലിയർ? അപ്പോൾ അതൊന്ന് വ്യത്യാസം നോട്ട് ചെയ്യുക. ഒരു മീഡിയം ആണെങ്കിൽ ഇതാണ്, എയർ ഓർ വാക്വം ആണ്. മീഡിയം അങ്ങനെ ചോദിച്ച് കാണാറില്ല, ബട്ട് എയർ ആൻഡ് വാക്വം ഓർത്ത് വയ്ക്കുക. പിന്നെ മീഡിയം ചോദിക്കാറുണ്ട്. എങ്ങനെയാ അറിയോ? ഇപ്പോൾ ഒരു മീഡിയം വന്നു, നമ്മളൊരു എയർ ഓർ വാക്വത്തിന് വരെ ഒരു മീഡിയം കൺസിഡർ ചെയ്യുവാണ്. വേറെ എന്തെങ്കിലും ഒരു മീഡിയം, ഒരു മൈക്കോ അങ്ങനെ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം തന്നു വിചാരിക്കും.
അപ്പോൾ ആ മീഡിയം തന്നു, ഒരു മീഡിയം നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണ്, പോയിന്റ് ചാർജിലേക്ക് ഇൻസേർട്ട് ചെയ്യുവാണ്. അപ്പോൾ ആ മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം ഈ എപ്സിലോൺ ആർ എന്നുള്ളൊരു ടേമും കൂടി എക്സ്ട്രാ ഇവിടെ വരുവാണ്. അതിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ 5 എന്നോ 10 എന്നോ ഒക്കെ വന്നു എന്നായിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഇവിടെ ഒരു 5 ഓഫ് മൈക്ക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 5 വന്നു കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനുള്ള ചേഞ്ച് എന്താണെന്ന് ചോദിക്കുക, കൂടുകയോ കുറയോ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മീഡിയം നമ്മളവിടെ വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഈ ടേമിന് എന്ത് സംഭവിക്കുക, ഡിനോമിനേറ്റർ എന്ത് ചെയ്യും, കൂടും. ശരിയല്ല, ഡിനോമിനേറ്റർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. ക്ലിയർ? അപ്പോൾ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറ്, ഇഫ് എ മീഡിയം ഈസ് ഇൻസേർട്ടഡ് ഇൻ എ പോയിന്റ് ചാർജ് അല്ലെങ്കിൽ കൂളംസ് ലോ ഉള്ള സമയത്ത് ഒരു മീഡിയം ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഫോഴ്സിന് എന്താ സംഭവിക്കാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് മീഡിയം ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ ഫോഴ്സ് എന്ത് ചെയ്യും, അതായത് ഡിനോമിനേറ്ററിൽ ആ ടേം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഫോഴ്സ് ഓഫ് കൂളംസ് ലോ അല്ലെങ്കിൽ കൂളംസ് ലോ പ്രകാരമുള്ള ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. ഇനി അതല്ല തിരിച്ച് പറയുകയാണ്, അവിടെ ഒരു മീഡിയം ഉണ്ടായിരുന്നു, ആ മീഡിയത്തിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു, ഇവിടെയുള്ളൊരു 5 ഉണ്ടായിരുന്ന ഒരു വാല്യൂവിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ റിമൂവ് ചെയ്യുന്ന വെച്ചാൽ ഈ ടേം കുറച്ചുകൂടി കുറയുവാണ്, അപ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. ക്ലിയർ? അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്ക്. ക്ലിയർ? അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ വരാറ്, അതുകൊണ്ടാണത് എപ്സിലോൺ ആറിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പം ഇഫ് സപ്പോസ് നമ്മൾ പറഞ്ഞ രണ്ട് ചാർജുകളും സെയിം ആയിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ നമ്മളെ Q1 ഉം Q2 സെയിം ആയിട്ട് ഒരു Q എന്നിട്ടാണ് എടുക്കുകയാണ്. അതുപോലെ അവിടുത്തെ ഡിസ്റ്റൻസ് 1 മീറ്ററായി എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്, ഇറ്റ് വിൽ ബി 9 × 10⁹. ശരിയല്ല, കാരണം Q1 Q2 എന്ന് പറഞ്ഞാൽ 1 × 1/d² എന്ന് പറഞ്ഞാൽ 1 എല്ലാം കട്ടായി പോയി, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 9 × 10⁹ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സാണ് 9 × 10⁹ ന്യൂട്ടൺ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഒരു 1 കൂളം ഓഫ് ചാർജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ 1 കൂളം ഓഫ് ചാർജ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ചാർജ് ഓർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ എയർ ഓർ വാക്വം, അത് എയർ ഓർ വാക്വം ആയിക്കോട്ടെ, വെൻ പ്ലേസ് ഇൻ എയർ ഓർ വാക്വം ആർ ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് റിപ്പൽസ് ഇറ്റ് വിത്ത് എ ഫോഴ്സ് ഓഫ്, എത്രയാണ് ഫോഴ്സ്, 9 × 10⁹. ഓക്കെ, അപ്പോൾ ഒരു ഈക്വൽ ചാർജ് അല്ലെങ്കിൽ 1 കൂളം ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ആ 1 കൂളം ഓഫ് ചാർജ് എത്ര ഫോഴ്സിലാണ് സംഭവിക്കുന്നത്, 9 × 10⁹ ഫോഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന ടേം പറഞ്ഞു അല്ലേ. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന ടേമിൻ്റെ വാല്യൂസുകളാണ് നമ്മൾ നോക്കുന്നത്. അതായത് എപ്സിലോൺ ആർ എത്രയാണെന്ന് ഓരോ, ഇപ്പം സപ്പോസ് വാല്യൂ തരുന്നില്ല എങ്കിൽ എപ്സിലോൺ ആറിൻ്റെ വാല്യൂകൾ എന്താ വരിക എന്നുള്ളതാണ്. അപ്പോൾ എപ്സിലോൺ ഇപ്പോൾ ആർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പെർമിറ്റിവിറ്റി, എയറിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് വാല്യൂ, 1 ആണ്. ഓക്കെ, അത് നമുക്ക് അറിയണം, അത് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, എയറിന് 1. അതുപോലെ വാട്ടറിന് എത്രയാണ് വരിക, വാട്ടറിന് വരുന്നതാണ് 81. ഓക്കെ, ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പേപ്പറിന് പറഞ്ഞാൽ 2 to 3, ഓക്കെ, ഗ്ലാസ് 5 to 10, അതുപോലെ മൈക്ക 2.5 മുതൽ 6 വരെ. അതുപോലെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു ഡയലക്ട്രിക് മെറ്റീരിയൽ മൈക്ക ഇൻസേർട്ട് ചെയ്യുവാണ്. മൈക്ക ഇൻസേർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഡിനോമിനേറ്ററിൻ്റെ ടേമിൽ എപ്സിലോൺ ആർ വരുവാണ് പിന്നെയും, അല്ലേ. എയർ ആണെങ്കിൽ പ്രശ്നമില്ല, 1 ആയിരുന്നു, പക്ഷെ ആ 1-ന് വരെ 5 ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിൽ ഇൻസേർട്ട് ചെയ്യുന്നൊരു കാര്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെയുള്ള ഫോഴ്സ് എന്ത് ചെയ്യുവാണ്, കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി അതല്ല അവിടെ നമ്മളുള്ള സാധനം നമ്മൾ റിമൂവ് ചെയ്യുന്ന ഒരു കേസാണ് പറയുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അവിടുത്തെ ഫോഴ്സ് എന്ത് ചെയ്യുവാണ്, കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ? ഇനി ചെറിയൊരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതുപോലെ മുന്നേ തന്നെ നമ്മളൊരു മൈക്രോ കൂളം എന്ന് പറഞ്ഞാൽ, മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണെന്ന് ഓർക്കാം. -6 കൂളം എന്നുള്ള പോയിന്റ് കൂടി നോട്ട് ചെയ്യാം കേട്ടോ, കാരണം മൈക്രോ കൂളം എന്നൊക്കെ ചിലപ്പോൾ പ്രോബ്ലത്തിൽ തരും. ഓക്കെ,
ഇതൊരു ചെറിയ പ്രോബ്ലമാണ്, ഇത് രണ്ടാം അനാലിസിസ് നടത്താൻ വേണ്ടിയുള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ഇത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിൽ 2 ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഒന്നാമത്തെ ഇക്വേഷൻ 10⁻⁹ Q1 Q2 / d². അത് നമ്മുടെ ഇലക്ട്രോ സ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ റിപ്പൾഷൻ അല്ലെങ്കിൽ റിപ്പൾഷനും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇക്വേഷൻ യൂസ് ചെയ്യുക. സിമിലർലി ഈ പാർട്ടിക്കിൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വരുന്നതാണെങ്കിൽ എന്താണെന്നൊക്കെയുള്ള ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതൊരു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ, 2 പാർട്ടിക്കിൾ തമ്മിലുള്ള ഒരു ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ വരുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് വെച്ചോ. ഇറ്റ് ഈസ് Gm1 m2 / d². ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അറിയാമല്ലോ, നമ്മൾ +2 അല്ലെങ്കിൽ ആ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു സാധനമാണിത്. ഓക്കെ, നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇത് തന്നെയല്ലേ ഈ സാധനം. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ്, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ്, ഇവിടെ Q1 Q2 പകരം ഇവിടെ m1 m2, ഇത് d². അപ്പോൾ ഈ കൂളംസ് ലോവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന ഫോഴ്സും, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലോ, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈ കൂളംസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോറിലേഷനാണ്. ഈ ഇക്വേഷനുകൾ തമ്മിലൊരു സാമ്യമുണ്ട്, നമുക്ക് സമ്മതിക്കാതെ വയ്യല്ലോ. കാരണം 2 നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2ഉം ഒരേപോലെയാണ് ഉള്ളത് അല്ലേ. പക്ഷേ ഇത് ഒരിക്കലും ഇതിൻ്റെ വാല്യൂകൾ ഈക്വൽ അല്ല. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഈ ഫോഴ്സ്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ കമ്പയർ ചെയ്ത് പ്രോബ്ലമൊക്കെ ചെയ്യണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, തിയറി പഠിച്ചാൽ ശരി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് വെരി മച്ച് ലെസ് ദാൻ കമ്പയർഡ് ടു യുവർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കുറവാണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ പറയാം. എന്ത് കമ്പയർ ചെയ്യുമ്പോൾ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഏറ്റവും ചെറുത്. ഓക്കെ, ദിസ് വിൽ ബി ഓൾവേസ് ലെസ്സർ ആൻഡ് കമ്പയർഡ് ടു യുവർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, ആ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നിങ്ങളോടൊരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ കമ്പാരിസൺ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലുള്ളൊരു ആൻസറാണിത്. ഇപ്പോൾ എപ്പോഴും ഓർത്തേക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു യുവർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെയും നമ്മുടെ കൂളംസ് ലോ മുതലായ കാര്യങ്ങളാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, അതിൽ ഫീൽഡ് ഡെൻസിറ്റി എന്തൊക്കെയാണ്. നമ്മൾ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ വിത്ത് റെസ്പെക്റ്റ് പഠിച്ചിരുന്നു. എന്നാലും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്ലാരിറ്റി ആക്കാം. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ചാർജ് എടുത്തു. ഓക്കെ, നമ്മളൊരു ചാർജ് ഇങ്ങനെ എടുത്തു. അപ്പോൾ ഈ ചാർജിൻ്റെ അക്രോസ് ഒരു മീഡിയം ഉണ്ട്, അല്ലെങ്കിൽ ചാർജിൻ്റെ പുറത്ത് എന്തുണ്ടാവും, ഒരു മീഡിയം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചാർജിൻ്റെ പുറത്തുള്ള മീഡിയത്തിൽ, അതായത് ചാർജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവില്ല, എന്താവും, നെഗറ്റീവ് ചാർജ് ആവും. അപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഒരു മീഡിയത്തിൽ നമ്മളിങ്ങനെ വെക്കുവാണ്. അപ്പോൾ ആ മീഡിയത്തിൽ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചാർജിനെ, അല്ലെങ്കിൽ ഒരു മീഡിയം ആണല്ലോ ഇവിടെ ഉള്ളത്, ആ മീഡിയം ഈ ചാർജുമായിട്ടൊരു ഫോഴ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അവ തമ്മിൽ ഒരു ആക്ട് ചെയ്യും. ഇതൊരു മീഡിയമാണ്, ഇവിടെ ഒരു ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ എ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഓൺ ദ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് വെൻ പ്ലേസ്ഡ് ഇൻ ദാറ്റ് മീഡിയം. ആ മീഡിയത്തിൽ ആ ചാർജ് കൊണ്ടൊരു ഫോഴ്സ് ഉണ്ടാവും, ശരിയാണല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു ചെറിയ ചാർജാണ് വെക്കുന്നതെങ്കിൽ വലിയ ഫോഴ്സ് ഉണ്ടാവില്ല, സാധാരണ ഒരു ചെറിയ ഫോഴ്സ് ആയിട്ട് അത് അങ്ങനെ പോവുകയുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ നമ്മൾ ഈ വെക്കുന്ന ഈ ചാർജ്, ആ മീഡിയത്തിൽ വെക്കുന്ന ചാർജ് വളരെ വലുതാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ വലുതാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മളിപ്പം ആ മീഡിയത്തിൽ വെക്കുന്ന ചാർജ്, ഇപ്പോൾ ഇതാണ് വലിയൊരു മീഡിയം എന്ന് വിചാരിക്കും. മീഡിയത്തിൽ ചെറിയ ചാർജ് വെച്ചു, ആ ചാർജ് ഈ മീഡിയമായിട്ട് ചെറിയൊരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യും. പക്ഷേ ഇതിന് വേറെ ഇത്ര വലിയൊരു ചാർജാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അപ്പോൾ ഈ ചാർജ് വളരെ വലുതാണെങ്കിൽ ആ ചാർജ്, ദിസ് ചാർജ് വിൽ ക്രിയേറ്റ്, എന്ത് ക്രിയേഷൻ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് സ്ട്രെസ് ഉണ്ടാക്കും. ഓക്കെ, ഏതുമായിട്ട്, ഈ മീഡിയവുമായിട്ട് ഈ വലിയ ചാർജ് ഒരു ഭയങ്കര സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മീഡിയം
മീഡിയം ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, ബ്രേക്ക് ഡൗൺ ആവുക, അല്ലെങ്കിൽ അതിന് പറയുന്നത് കറക്റ്റ് പറഞ്ഞു വെച്ചാൽ ഇലക്ട്രിക്കൽ റപ്ചർ എന്നാണ് പറയാം. ഓക്കെ, റപ്ചർ എന്ന് വെച്ചാൽ കേടാവാന്നോ അല്ലെങ്കിൽ പൊട്ടുകയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ പറയാം. അപ്പോൾ ഇറ്റ് വിൽ കോസ് ഇലക്ട്രിക്കൽ റപ്ചർ സംഭവിക്കും ആ മീഡിയത്തിന്. അങ്ങനെ റപ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ മീഡിയത്തിൽ ആ വഴിയിലൂടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ദർ വിൽ ബി എ പാസേജ് ഓഫ് ഫോളോഡ് ബൈ എ പാസേജ് ഓഫ് ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു ആർക്ക് ഡിസ്ചാർജ് എന്ത് ചെയ്യും ആ മീഡിയത്തിൽ ഉണ്ടാവും. ക്ലിയർ? അപ്പം അങ്ങനെ ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ വലിയൊരു ചാർജ് കൊണ്ടുവച്ചാൽ ആ മീഡിയത്തിൽ ഒരു ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇറ്റ് വിൽ മേക്ക് എ പാസേജ് ഓഫ് ആർക്ക് ഡിസ്ചാർജ് സംഭവിക്കും. അങ്ങനെ ഒരു ആർക്ക് ഡിസ്ചാർജ് സംഭവിച്ച് കഴിയുമല്ലോ. അപ്പോൾ ആ ഒരു ആർക്ക് ഡിസ്ചാർജ് എങ്ങനെ ഹാപ്പൻ ചെയ്യുന്നത്? ചാർജ് വലുതാണെങ്കിലാണ് സംഭവിക്കുന്നത്, ചെറുതാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ആ റീജിയൻ, അതായത് ദ റീജിയൻ ഇൻ വിച്ച് ദ സ്ട്രെസ് എക്സിസ്റ്റ്, അപ്പോൾ സ്ട്രെസ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ റീജിയൻ ഓർ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ റീജിയൻ, അല്ലെങ്കിൽ ആ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ആ റീജിയനെ വിളിക്കുന്ന പേരാണെന്ത്? ആ റീജിയൻ ഈസ് കോൾഡ് ആസ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ക്ലിയർ? അതാണ് ആക്ച്വലി നമ്മൾ പറയുന്ന ഡെഫിനിഷൻ. അപ്പോൾ ആ റീജിയൻ ഇൻ വിച്ച് ദ സ്ട്രെസ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ റീജിയൻ, അല്ലെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന സംഭവം. ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ക്ലിയർ? ആ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് കാണാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇമാജിനറി ലൈൻസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ദ സ്ട്രെസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇമാജിനറി ലൈൻസ് ഓഫ് ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആലോചിക്കുക എന്താണ് ആ നമ്മുടെ പറഞ്ഞ ഈ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ആ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇമാജിനറി ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇമാജിനറി ആണെന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് പറയണം ഇത് ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അത് ഞാൻ അടുത്തതിൽ പറയാം. അതായത് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഒരു യൂണിറ്റ് പോസിറ്റീവ്, യൂണിറ്റ് എന്ന് വെച്ചാൽ 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഏത് ഡയറക്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡയറക്ഷൻ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് അറ്റ് എനി പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഈസ് ദ ഡയറക്ഷൻ അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വയ്ക്കുകയാണ്. ഇറ്റ് വിൽ ബി മൂവ്ഡ്. അതിന് ആ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൽ എന്ത് ചെയ്യുക? മൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനെ മൂവ് ചെയ്യാം എന്ന് പഠിപ്പിച്ച ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഫാരഡേ. ക്ലിയർ? അപ്പം ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡയറക്ഷൻ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ആ ഡയറക്ഷൻ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവയ്ക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൻ്റെ ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുക? മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സജസ്റ്റ് ചെയ്ത ഫാരഡേ ആണ്. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സംഭവം ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫിക്സഡ് നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫിക്സഡ് ആണ്. ഓക്കെ, അങ്ങനെ ഫിക്സഡ് നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഫിക്സഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അനലൈസ് ചെയ്തിരുന്നു അല്ലേ? അങ്ങനെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ അവിടെ പറയുമ്പോൾ അതിന് ഒരു നമ്പർ ഉണ്ടായിരുന്നു, അത് ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞിരുന്നു. അതായത് ആ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷേ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു നമ്പറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലക്സ് എന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നില്ലേ? ഫ്ലക്സും ആക്ച്വലി നമ്പറാണ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ ലൈൻസ് ഓഫ് ഫോഴ്സും എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് എന്ത് ചെയ്യാം? പറയാം. ക്ലിയർ? അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇവിടുത്തെ നമ്പർ. ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പ്രോപ്പർട്ടികൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഓർക്കുക, ഇതൊരു പ്ലസ് ഇതൊരു മൈനസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുക? ഇത് എങ്ങനത്തെ ചാർജുകളാണ്? അൺലൈക്ക് ചാർജുകളാണ്. ഒരേപോലത്തെ ചാർജുകളല്ലല്ലോ, അൺലൈക്ക് ചാർജുകളാണ്. അപ്പോൾ ഈ അൺലൈക്ക് ചാർജുകൾ തമ്മിൽ എന്താ ഉണ്ടാവുക? ഒരു അട്രാക്ഷനാണ് ഉണ്ടാവുക. ശരിയാണല്ലോ? അതുപോലെ ഈ ചാർജുകൾ എന്താ? പ്ലസ്സും പ്ലസ്സും ആണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു റിപ്പൽഷനാണ്, ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒരു അട്രാക്ഷനാണ്.
ശരിയാണല്ലോ. അപ്പോൾ ഈ അട്രാക്ഷനോ റിപ്പൾഷനോ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അതിൻ്റെ ഈ ചാർജുകളുടെ ഡയറക്ഷൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പ്ലസ്സും ഇത് മൈനസ് ആണെങ്കിൽ ഈ പ്ലസ്സിന് തുടങ്ങും, എന്നിട്ട് എവിടെ എൻഡ് ചെയ്യും? മൈനസിൽ എൻഡ് ചെയ്യും. ഇതാ നോക്കൂ, പ്ലസ്സിന് തുടങ്ങി മൈനസിൽ എൻഡ് ചെയ്യും, പ്ലസ്സിന് തുടങ്ങി മൈനസ്, പ്ലസ്സിന് മൈനസ്. സിമിലർലി ഇവിടെയും പുറത്തുമുണ്ട് ഒരു പ്ലസ്. ഇത് അവിടെ നിന്ന് പ്ലസ്സിന് പോയി ഇതിങ്ങനെ വരും ശരിക്കും, എന്നിട്ട് ഇവിടെ നിന്ന് മൈനസ് എൻഡ് ചെയ്യും. അതുപോലെ ഈ പ്ലസ് ഇങ്ങനെ തുടങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും? മൈനസ് എൻഡ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ നമ്മൾ റിപ്പൾഷൻ. അപ്പോൾ ഇവിടെ എന്താണ് അട്രാക്ഷൻ നടക്കുന്നത്? ഇവിടെ നിന്ന് പ്ലസ്സിന് തുടങ്ങിയിട്ട് മൈനസിൽ എൻഡ് ചെയ്യുന്നു. അട്രാക്ഷനാണ്, അത് അട്രാക്ഷനാണ് ഇവിടെ ഹാപ്പൻ ചെയ്തത്. ഇതുപോലെ റിപ്പൾഷനും ഉണ്ടാവും. റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ്സിന് എന്ത് ചെയ്യുക? ലീവ് ചെയ്യുക. അല്ല, കാരണം റിപ്പൽ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ഇങ്ങനെ ലീവ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും. മൈനസ് നമ്മൾ കാണിച്ചിട്ടില്ല, കാരണം അവിടെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഇവിടെ എന്താണ്? ഇവിടെയും ലീവ് ചെയ്ത് പോവാണ്. അപ്പം മനസ്സിലാക്കുക, എപ്പോഴും ഒരു ചാർജിൽ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻസ് എങ്ങനെയാണ്, അതായത് ലൈൻസ് ആർ സപ്പോസ് ടു ഫ്ലോ. എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക? ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം എ പോസിറ്റീവ് ചാർജ്, എന്നിട്ട് എവിടെ പോയി എൻഡ് ചെയ്യും? ഇറ്റ് വിൽ ബി എൻഡിങ് ഓൺ എ നെഗറ്റീവ് ചാർജ്. ക്ലിയർ? അതായത് ദീസ് ലൈൻസ് ഓഫ് ഫോഴ്സ് ലീവ് ചെയ്യുന്നത് എൻ്റർ ചെയ്യുന്നതൊക്കെ നോർമലി ആണ് നടക്കുന്നത്. ഓക്കെ, അതൊരു പോസിറ്റീവ് ചാർജിൽ ലീവ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? എൻഡ് ചെയ്യുന്നു. ക്ലിയർ? ഈ പ്രോസസ്സാണ് ത്രൂ ഔട്ട് ഹാപ്പൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, ദ ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓൺ എ നെഗറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജിന് ലീവ് ചെയ്ത് നെഗറ്റീവ് ചാർജിലേക്ക് എൻഡ് ചെയ്യുക. നിങ്ങൾ നോക്കൂ, പ്ലസ് ക്യൂന്ന് ലീവ് ചെയ്യുവാണ്, പക്ഷേ മൈനസ് ക്യൂലേക്ക് എന്ത് ചെയ്യുവാണ്? എൻ്റർ ചെയ്യുവാണ്. ക്ലിയർ? എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. പോസിറ്റീവ് ചാർജിന് ലീവ് ചെയ്യും, എന്നിട്ട് നമ്മൾ മാഗ്നറ്റ് പഠിച്ചിട്ടില്ലേ? മാഗ്നറ്റ് പഠിച്ച പോലെ തന്നെ ഉള്ളൊരു സംഭവം, നോർത്ത് നിന്ന് എപ്പോഴും സൗത്തിലേക്കാണ് വരിക. അതുപോലെ തന്നെയാണ് ഈ സാധനം. പോസിറ്റീവ് ചാർജിന് ലീവ് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജിലേക്ക് എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പരിപാടി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുമാണ്. ഓക്കെ, അതായത് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ലൈൻസ് ഓഫ് ഫോഴ്സ്, നമ്മളെല്ലാം പറഞ്ഞതല്ല. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സും അതുപോലെ തന്നെ ഇപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് വരെ നമ്മൾ എത്തിക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്? ഇങ്ങനത്തെ കുറച്ച് ടെർമിനോളജി, നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് പഠിച്ച പോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ടേമുകളും മറ്റുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ആ ഓരോ ടേമുകളും ഇൻഡിവിജ്വലി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും തൽക്കാലം എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.